കോളേജിലെ ലൈബ്രറിയിലാണ് ദിയ ആദ്യമായി രോഹിത്തിനെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് അവനോട് ക്രഷ് അടിച്ചു. അവൾ അവൻ അറിയാതെ കുറേ പുറകെ നടന്നു. സംസാരിക്കണമെന്നുണ്ടെങ്കിലും ധൈര്യമില്ലാത്തതുകൊണ്ട് വായി നോക്കാനേ നിന്നുള്ളൂ. അവൻ നന്നായി ചിത്രം വരയ്ക്കും. അവൻ വരച്ച ചിത്രങ്ങൾ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചത് അവൾ അടിച്ചു മാറ്റി. ഒടുവിൽ ഇഷ്ടം പറയാനായി മോഷ്ടിച്ച ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അവനെ കാത്തുനിന്നു. പക്ഷെ രോഹിത്ത് ജോലി കിട്ടി വിദേശത്തേക്ക് പോയി എന്നാണ് അവൾ കേട്ടത്. അവനെ മനസ്സിൽ വെച്ച് 3 കൊല്ലം ജീവിച്ചു. ജോലിക്ക് പോവാൻ വേണ്ടി ലിഫ്റ്റിൽ കയറിയ ദിയ കാണുന്നത് രോഹിത്ത് വരുന്നതാണ്. എല്ലാവരും ഇറങ്ങി. അവസാനം അവർ രണ്ടുപേരും ഒറ്റയ്ക്കായി. അവൻ അവളോട് സംസാരിച്ചു. രോഹിത്തും ദിയയും അടുത്തു. ഒരു ദിവസം രോഹിത്ത് ബെസ്റ്റിയോട് സംസാരിക്കുന്നത് കണ്ടു. ഒന്നും പറയാതെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. അവൻ അവിടെ വെച്ച് അവളോട് ഇഷ്ടം പറഞ്ഞു. അപ്പോഴാണ് ദിയ അറിയുന്നത് രോഹിത്തിനും കോളേജ് മുതലേ അവളോട് ക്രഷാണെന്ന്. ഒരു ദിവസം അവർ സിനിമയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ബൈക്ക് ആക്സിഡന്റായി രോഹിത്ത് കോമയിലാകുന്നു. ദിയ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇനി ഒരിക്കലും രോഹിത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ റെയിൽവേ ട്രാക്കിൽ തലവെക്കാൻ പോയി. ആ സമയത്താണ് ആദിയെ കാണുന്നത്. അവനോട് അവൾ കമ്പനിയായി. ആദ്യം അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അവൻ്റെ കൂടെ അവളും ഭയങ്കര സന്തോഷമായിരുന്നു. ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ക്രഷ് അടിച്ചു. ട്രെയിനിൽ വെച്ച് രണ്ടുപേരും ഇഷ്ടം തുറന്നു പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് രോഹിത്ത് ജീവനോട് തിരിച്ചു വരുന്നത്. ദിയയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഏത് ചെക്കനെ സെലക്ട് ചെയ്യണമെന്ന് സംശയമായി. വീട്ടിൽ രോഹിത്തുമായുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചു. ദിയയ്ക്ക് ആദിയാണ് ഇഷ്ടമെങ്കിലും അവൻ അവളെ വിട്ടുകൊടുത്തു. പക്ഷേ അപ്പോഴാണ് ആദിയുടെ അമ്മ മരിച്ചത്. ദിയയെ നഷ്ടപ്പെട്ട വേദനയും അമ്മയുടെ മരണവും സഹിക്കാനാവാതെ ആദി റെയിൽവേ ട്രാക്കിലേക്ക് തലവെക്കാൻ പോയി. ദിയെ രോഹിത്തിനെ കൺവിൻസ് ചെയ്ത് അവിടേക്ക് ഓടി. ആദി സന്തോഷിച്ചു. അവളുടെ അടുത്തേക്ക് വരാൻ നിന്നപ്പോഴേക്കും അവളുടെ കൺമുന്നിൽ ആദി ട്രെയിൻ തട്ടി മരിച്ചു.